friends, Assalamualaikum. Welcome back to Nahila's Kitchen. ഇത് നമുക്ക് പരിചയപ്പെടുത്താൻ വേണ്ടി കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു ജെല്ലിയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. പൊമഗ്രാനേറ്റ് ജെല്ലി, അഥവാ നമ്മൾ മാതളങ്ങ ജെല്ലി, അനാർ ജെല്ലി എന്നൊക്കെ പറയും. ഈ ജെല്ലിയിൽ നമുക്ക് ഏത് ടൈപ്പ് ഫ്രൂട്ട്സ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. ഞാൻ പൊമഗ്രാനേറ്റാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാംഗോ, ലെമൺ, അങ്ങനെ ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാവുന്ന ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് എളുപ്പത്തിൽ കുട്ടികൾക്ക് ഹെൽത്തി ആയിട്ട് ഒരു ജെല്ലി ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് പൊമഗ്രാനേറ്റ് ജെല്ലി എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നോക്കാം. അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് പൊമഗ്രാനേറ്റ് വേണം, മാതളങ്ങ, അനാർ എന്നൊക്കെ പറയും. പിന്നെ വേണ്ടത് നമുക്കൊരു 1/2 കപ്പ് പഞ്ചസാരയാണ്. പിന്നെ വേണ്ടത് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ. പിന്നെ വേണ്ടത് 1/4 ടേബിൾ സ്പൂൺ സിനമൺ, പട്ടപ്പൊടി. പിന്നെ വേണ്ടത് നമുക്ക് മോൾഡാണ്. ഞാനിവിടെ 3 ടൈപ്സ് മോൾഡ് എടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ നിങ്ങൾക്ക് മോൾഡ് ഇല്ലെങ്കിലും ഇതുപോലത്തെ ബൗൾസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് വേണ്ടത് സ്പാച്ചുലയാണ്. ഞാൻ ഈ ഒരു മെഷറിംഗ് കപ്പിലാണ് ഒരു 1 കപ്പ് പൊമഗ്രാനേറ്റും ഒരു 1/2 കപ്പ് ഷുഗർ എടുക്കുന്നത്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. നന്നായിട്ട് ക്രഷ് ചെയ്തിട്ടുണ്ട്, ഒന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കാം. ഞാനൊരു 2 ടേബിൾ സ്പൂൺ വാട്ടർ യൂസ് ചെയ്തിട്ടാണ് ഞാനൊന്ന് ക്രഷ് ചെയ്തെടുത്ത്. നന്നായിട്ടൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കാം. നന്നായിട്ട് സ്ട്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ എടുക്കുക. അതിലേക്ക് നമുക്ക് നമ്മുടെ ജ്യൂസ് ആഡ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആഡ് ചെയ്യാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിപ്പോൾ മെല്ലെ മെല്ലെ ഇങ്ങനെ കുറുകി വരുന്നുണ്ട്. കാണുമ്പോൾ മനസ്സിലാവും ടൈറ്റായിട്ട് വരുന്നുണ്ട്. കണ്ടോ, ടൈറ്റായിട്ട് വരുന്നുണ്ടോ? ബബിൾസ് ഒക്കെ വരുന്നുണ്ട്. നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. നമുക്ക് ഷുഗർ ഇട്ടെടുക്കാം. ഒരു 1/2 കപ്പ് ഷുഗർ. അപ്പോൾ തന്നെ നമുക്ക് കളറൊന്ന് മാറി തന്നെ കാണാം. നന്നായിട്ട് ഷുഗർ മെൽട്ടാണ് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് സിനമൺ പൗഡർ ആഡ് ചെയ്യാം. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ലാസ്റ്റ് ഒരു 2 ടേബിൾ സ്പൂൺ ബട്ടറും കൂടി ആഡ് ചെയ്യാം. ലാസ്റ്റ് നമുക്കൊരു ബട്ടർ ആഡ് ചെയ്യാം. നന്നായിട്ടൊന്ന് മെൽട്ടാക്കി കൊടുക്കാം. ഒരു ഗ്ലേസിങ്ങിന് കൂടിയിട്ട് വേണ്ടിയിട്ടാണ് നമ്മൾ ബട്ടർ ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് മോൾഡിലേക്ക് ചൂടാറിയ ശേഷം ഒഴിച്ചു കൊടുക്കാം. മോൾഡ് സെറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് ക്രഷ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് പൊമഗ്രാനേറ്റ് ഇട്ട് കൊടുക്കാം.
ഒരു ക്രഞ്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്. വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി, ഓപ്ഷനിലാണ്. നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയാണ് കിട്ടുക. നമുക്ക് മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ മോൾഡിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത മോൾഡിൽ ബാക്കിയുള്ളതും കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ 2 മോൾഡിലും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ നമുക്ക് ഫ്രീസ് ചെയ്യാൻ വെക്കാം. നമുക്ക് ഫ്രിഡ്ജിൽ ഒരു അരമണിക്കൂർ ഒന്ന് വെയിറ്റ് ചെയ്യാം. നമുക്ക് വേറെ ഒരു പ്ലേറ്റ്, സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ജെല്ലി എങ്ങനെ ഉണ്ടാക്കി എന്നുള്ളത് കണ്ടില്ലേ? അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. എളുപ്പമാണ്. നിങ്ങൾക്ക് വീട്ടിൽ കിട്ടുന്ന സാധനങ്ങൾ വെച്ചിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ജെല്ലിയാണ്. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. So thank you. Bye.